ഇന്നത്തെ വചനം സങ്കീർത്തനം 33:18 യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അണ്ടർ ഗാഡ്സ് വാച്ച്ഫുൾ ഐ. ദൈവത്തിന്റെ ദൃഷ്ടി ആരുടെ മേലാണ്? ഈ വചനപ്രകാരം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. തന്റെ ഭക്തന്മാർ. ആരാണ് ദൈവത്തിന്റെ ഭക്തന്മാർ? ദോസ് ഹു ഫിയർ ഹിം. അത് പേടിയല്ല, ഇൻസ്പെർഡ് റെവറൻസ്. ദൈവത്തിന്റെ വചനം നേരുള്ളതാണ്. ദൈവത്തിന്റെ പ്ലാൻ ശാശ്വതമാണ്. അങ്ങനെയുള്ള ദൈവത്തെ ലാഘവത്തോടെ കാണാൻ പറ്റുകയില്ല. ഭയഭക്തി എന്നത് അനുസരണമാണ്. അത് അബ്രഹാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തന്റെ ജീവിതത്തിലെ അനുഗ്രഹമല്ല, നന്മകളല്ല, ദൈവത്തിന് അവൻ റെവറൻസ് നൽകിയിരുന്നു. അത് ദൈവത്തെ പേടിച്ചുള്ളതല്ല, ആദരിക്കുക. 2, ദയയ്ക്കായി പ്രത്യാശിക്കുന്നവർ. ദോസ് ഹു ഹോപ്പ് ഇൻ ഹിസ് കമ്പാഷൻ. സ്വന്ത നീതിയിലല്ല, ദൈവത്തിന്റെ ഹെസേദിൽ പ്രത്യാശ വയ്ക്കുന്നവർ. ഹെസേദ് ഈസ് നോട്ട് ജസ്റ്റ് an emotion, it is love shown through faithful action. തന്റെ ഏകജാതനായ പുത്രനെ നൽകി തന്നു. God keeps his promises, forgives, helps and remains faithful even when people fails. നാം പരാജിതരാകുമ്പോഴും ദൈവം നീതിമാനായി നിൽക്കുന്നു. ഒരു ദൈവവൈതലിന്റെ മഹത്വം ഇതാണ്. ദൈവത്തിന്റെ ദയയിൽ ശരണപ്പെടുന്നവൻ. പ്രിയമുള്ളവരെ, രാജാക്കന്മാർ കുതിരയിലും രഥത്തിലും ആശ്രയിക്കുന്നു. അധികാരികൾ അവരുടെ അധികാരത്തിൽ ആശ്രയിക്കുന്നു. പക്ഷെ രക്ഷ അവിടെയില്ല. രക്ഷ ദൈവത്തിന്റെ ദൃഷ്ടിയിലെന്ന ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടുത്തെ ദൃഷ്ടി CCTV അല്ല, കുറ്റം പിടിക്കാൻ നോക്കുന്ന കണ്ണുകളല്ല. ദിനവൃത്താന്ത പുസ്തകത്തിൽ 16:9 തന്നിൽ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ബലം കാണിക്കുവാൻ നോക്കുന്ന കണ്ണുകളാണ്. സംരക്ഷിക്കുവാൻ, കരുതുവാൻ, വഴി നടത്തുവാനുള്ള കണ്ണുകൾ. ദൈവത്തിന്റെ രക്ഷ നമുക്ക് ലഭിക്കുവാൻ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു തന്നു. ഇന്ന് പകൽക്കാലവും ഈ രക്ഷ സൗജന്യമായി ലഭിക്കും. അവന്റെ ഹെസേദിൽ ആശ്രയിക്കുക. അണ്ടർ ഹിസ് വാച്ച്ഫുൾ ഐ യു ആർ സേഫ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ധൈര്യമായിരിക്കുക, മുൻപോട്ട് പോവുക. യേശു കൂടെയുണ്ട്. അതിനായി ഈ വചനം കാരണമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കും.